ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ബിരിയാണി മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഞാനിവിടെ 1/4 കപ്പ് പെരുംജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ചെറിയ ജീരകം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 40 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് 2 ടീസ്പൂണ്. അതുപോലെ ഒരു 20 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 25 പെപ്പർ, 1/4 കപ്പ് മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു മീഡിയം പീസിലുള്ള ഒരു 4 പീസ് പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ജാതിക്ക, പിന്നെ ഒരു തക്കോലം കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ജാതിക്കയുടെ പൂവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് 3 ബേ ലീഫും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. മെഷർമെൻറ്റൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുപോലെ നന്നായി ചൂടായതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഇത്ര അളവിൽ വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പകുതിയാക്കിയാൽ മതി. അതുപോലെ ഈ ഒരു മസാല പൗഡർ ബിരിയാണിയിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം 1 കിലോ അരിയുടെ കണക്കിന് നമുക്കൊരു 2 ടീസ്പൂണ് ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി മസാല പൗഡറാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.